ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീന റെഡി ആയിട്ട് വന്നിട്ട് രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. മോളെ, നീ ഇതുവരെ റെഡി ആയില്ലേ? വാ, വേഗം പോകാം, കൊല്ലത്ത് എത്തേണ്ടതല്ലേ, എനിക്ക് അവിടെ നിന്ന് വന്നിട്ട് പാലയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളതാ എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി കൊല്ലത്ത് നിന്ന് വീണ്ടും പോകണ്ടേ ത്യാഗഭവനിലേക്ക് എന്ന് ചോദിക്കണം. അത് നമുക്കൊരു ഓട്ടോ വിളിച്ചെങ്ങാനും പോകാം എന്ന് പറയാണ്. എനിക്കിനി അവിടെ പോയി ഇവിടെ വന്നിട്ട് പാലയിലേക്ക് തിരിച്ചു പോകാൻ സമയം ഉണ്ടാവോ എന്നിങ്ങനെ അലീന പറയുമ്പോൾ ദൈവത്തിനറിയാം ചേച്ചി എന്ന് പറയണം. ചേച്ചി എൻ്റെ മുഖത്ത് പൗഡർ ഉണ്ടോ നോക്കി എന്ന് പറയുമ്പോൾ നീ സുന്ദരിയല്ലേ, പൗഡറൊന്നും ഇല്ല എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയൊക്കെ തന്നെയാണ്, സുന്ദരി ആയിട്ടുണ്ട് എന്ന് അലീന പറയുമ്പോഴാട്ടോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരി എന്ന് പറയുമ്പോൾ സമ്മതിച്ചു, നീ സുന്ദരി തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിനി അവിടുന്ന് വന്നിട്ട് പോവാൻ സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻറ്റിയും അങ്കിളും കൂടെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ ചേച്ചി എന്ന് പറയാണ് രേവതിക്കുട്ടി. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് മോളെ. അവർ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയല്ലേ എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ചോദിച്ചാൽ ആദ്യമൊക്കെ എന്നോട് ദേഷ്യപ്പെടുമെങ്കിലും പിന്നെ സമ്മതിക്കും എന്നൊക്കെ പറയുമ്പോൾ വേണ്ട മോളെ, അത് അവരുടെ നല്ല മനസ്സുകൊണ്ടല്ലേ, അത് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. അവർക്ക് ഇഷ്ടക്കേട് ഉണ്ടെങ്കിലോ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് ഓക്കെ പറയുന്നതാണെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല ചേച്ചി, ഞാൻ ചോദിച്ചാൽ സമ്മതിക്കുകയൊക്കെ ചെയ്യും, എന്നെ വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ്, പിന്നെ ഞാൻ കൊച്ചല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അയ്യോടി ഒരു കുഞ്ഞ് കൊച്ച് വന്നേക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കണം കേട്ടോ അലീന രേവതിക്കുട്ടിയും. അതെന്ത് ചേച്ചി, ഞാൻ കൊച്ചില്ലേ, ഞാൻ ചേച്ചിയുടെ അനിയത്തിക്കുട്ടിയല്ലേ, ഇവിടെയാണെങ്കിലും ഞാനല്ലേ കൊച്ച് എന്നൊക്കെ പറയണേ രേവതിക്കുട്ടി. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ചിന്നുമോൾക്ക് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ട ചേച്ചി എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അത് നമുക്ക് കൊല്ലത്ത് ചെന്നിട്ട് വാങ്ങിക്കാം, അവിടെ ഏതെങ്കിലുമൊക്കെ കടകളുണ്ടാകും എന്ന് പറയാണ് അലീന. നമ്മളിപ്പോൾ ബസ്സൊക്കെ പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവുമല്ലോ, ഇവിടെ നിന്ന് വാങ്ങിച്ച് അത് കൈ പിടിച്ചുകൊണ്ട് പോകണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ചിന്നുമോക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന് പറയാണ്. എന്നാൽ വാ ചേച്ചി, നമുക്കിനി അധികം സമയം കളയണ്ട, പെട്ടെന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി താഴേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, അവരെക്കാൾ മുന്നേ റെഡി ആയിട്ടിരിക്കുകയാണ് മാമച്ചാനും ഗ്രേസും. ഇതെന്താ നിങ്ങളെങ്ങോട്ടാ പോണേന്ന് രേവതിക്കുട്ടി ചോദിക്കുകയാണേ. ഞങ്ങളും പോവാണ്, ഞങ്ങളൊരു സ്ഥലം വരെ പോകണു, നിങ്ങളേതായാലും പോവല്ലേ എന്ന് പറയണേ. നിങ്ങളെങ്ങോട്ടാ പോണേ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വേറൊരു വഴിക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നാൽ പോരെ, നിങ്ങൾ വേണേ വണ്ടിയിൽ കയറിക്കോ എന്ന് പറയുമ്പോൾ അല്ല ആൻറ്റി പോണ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് വേണോ ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ എന്ന് ചോദിക്കുകയാണ് മാമച്ചാൻ. അത് പിന്നെ വേണ്ടേ, എന്നോട് പറയാതെ നിങ്ങൾ എവിടെയെങ്കിലും പോവാറുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങളും വരികയാണ് നിങ്ങളുടെ കൂടെ കൊല്ലത്തേക്ക് ചിന്നുമോളെ കാണാൻ എന്ന് പറയണേ. അത് കേട്ടപ്പോൾ അലീനയ്ക്കും രേവതിക്കുട്ടിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി നോക്കിയേ, ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ ആൻറ്റി, അലീന ചേച്ചിയോട് ആൻറ്റിയും അങ്കിളും കൂടെ വന്നിരുന്നെങ്കിൽ നല്ലതായേനെ എന്ന് പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അലീനയും പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഇത് വളരെ സർപ്രൈസ് ആയിപ്പോയി, ഇവളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ആൻറ്റിയും അങ്കിളും കൂടെ വന്നിരുന്നെങ്കിൽ, അപ്പോൾ ഞാൻ പറയായിരുന്നു അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന്. എന്ത് ബുദ്ധിമുട്ട്, നിങ്ങളങ്ങനെ തനിച്ച് വിടാൻ പറ്റുമോ? രണ്ട് പെൺകുട്ടികൾ അങ്ങനെ എങ്ങനെ തനിച്ച് കൊല്ലം വരെയൊക്കെ വിടുക? നിങ്ങൾ പോയിട്ട് എന്താ സംഭവിക്കുക? ഞങ്ങളിവിടെ ആകെ ടെൻഷനായിട്ട് ഇരിക്കേണ്ടേ, അതുകൊണ്ട് അങ്ങനെ തനിച്ച് വിടാനൊന്നും പറ്റത്തില്ല. എനിക്കും മാമച്ചാനും ഇവിടെ വേറെ ഒരു പണിയില്ല, മാമച്ചാനാണെങ്കിൽ ഇന്ന് ഫുൾ ഫ്രീ ആണ്, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാമച്ചാനെ കൊണ്ട് അത് ഞാൻ മാറ്റിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് പറയണം. അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവാണ് അലീനയ്ക്കും രേവതിക്കും. എന്നാൽ വേഗം വാ, ഇനി അധികം സമയം കളയേണ്ട, നമുക്ക് പെട്ടെന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് അലീനയും രേവതിയും കൂട്ടിയിട്ട് മാമച്ചാനും ഗ്രേസമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ജോസൂട്ടി വരുന്നുണ്ട്. അപ്പോൾ ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി ഇത് എവിടെ പോവുകയാണ്, ഇന്നലെയും പോയി ഇന്നും പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് കൊല്ലം വരെ പോവുകയാണ്, വരാൻ ഇത്തിരി വൈകും, നീ വീടൊക്കെ ഒന്ന് നോക്കിക്കോളും, ശ്രദ്ധിച്ചേക്കണം, ആ കള്ളന്മാരൊക്കെ ഉണ്ടെന്ന് അലീന കണ്ടത് കൊണ്ട് ഒരു വാഴക്കുല നഷ്ടപ്പെട്ടില്ല, അപ്പോൾ നീ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, ഒന്ന് ചുറ്റും പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കിയേക്കണം എന്ന് ജോസൂട്ടിയോട് പറയുമ്പോൾ ജോസൂട്ടി പറയുന്നുണ്ട്, ആ ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ ജോസൂട്ടിയോട് യാത്ര പറഞ്ഞു പോവുകയാണ് 4 പേരും കൂടിയിട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജയുടെ സീനുകളാണ് കേട്ടോ. വൈജയാണെങ്കിൽ ഇങ്ങനെ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഒരു പണി മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യണോ ഒന്നും ശരിയാവണമില്ല, ആകെ അലീനയെ പ്രാഗി പറഞ്ഞുകൊണ്ടാണ് ഓരോ ജോലിയും ചെയ്യുന്നത്. കൃഷ്ണയാണെങ്കിൽ ചപ്പാത്തി പരത്തുന്നത് ഇട്ടിട്ട് പോവുകയും ചെയ്തു. ബബിതയും ഒരു പണിയും ചെയ്യാനായിട്ട് വരുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ വൈജയന്തി ഇങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായി, എന്തെങ്കിലും ആയോ, കഴിക്കാനായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ ബാലേന്ദ്ര, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട, മനുഷ്യനിവിടെ ഒറ്റയ്ക്ക് കിടന്ന്
ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. 2 പെൺമക്കളുണ്ടായിട്ട് ഒരെണ്ണമല്ല സഹായിക്കാൻ. ഒരുത്തി വന്ന് സഹായിക്കാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു പോയി. ഒരുത്തിയാണെങ്കിൽ അവൾക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് പോയി. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ ജോലിയൊക്കെ അലീന തനിച്ചാണ് ചെയ്തിരുന്നത്, അവൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഇനി അലീനയുടെ ഗുണവധികാരം എന്നോട് ഇങ്ങോട്ട് പറയാനായിട്ട് നിൽക്കണ്ട, അവൾ ഒരുത്തിയാണ് ഇതിനൊക്കെ കാരണം, അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ ലീവ് എടുത്ത് പോയതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ലീവ് എടുത്ത് പോയതെങ്കിൽ അവളുടെ അവകാശമാണ് ലീവ്, അത് അവൾ ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ അവൾക്ക് പോകേണ്ട സ്ഥലത്ത് പോകണ്ടേ, ലീവ് കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുമ്പോൾ വായിച്ചൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഒറ്റയ്ക്ക് ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യായിരുന്നല്ലോ, ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കാനേ അവൾക്ക് എഗ്രിമെൻറ്റിൽ ബാധ്യതയുള്ളൂ. പക്ഷേ എന്നിട്ടും ഈ വീട്ടിലെ ജോലികളൊക്കെ ഒരു കുറ്റവും കുറവും ഒന്നും പറയാതെ അവൾ ചെയ്യുന്നുണ്ട്. അത് അവളുടെ എന്താ പറയുക, നന്മയായിട്ട് കണ്ടുകൂടെ? അവളാണ് ഇങ്ങോട്ട്, അവൾ തന്നെ പറഞ്ഞല്ലോ ഔദാര്യം ചെയ്യുന്നത് അവളാണെന്ന്. അവൾ ചെയ്യുന്ന ഔദാര്യം തന്നെയാണത്. അതിന് പിന്നെ അവൾ ഇല്ലയെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലയെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, അല്ലെങ്കിലും നിങ്ങൾ അവളുടെ സൈഡല്ലേ പറയുള്ളൂ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെന്നൊക്കെ. എന്താണെങ്കിലും എവിടെ വരെ പോകുമെന്ന് ഞാൻ നോക്കുക തന്നെയാണെന്ന് പറയുമ്പോൾ, നീ എന്താ വൈജയ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ബാലേന്ദ്രൻ പോ, ഞാനിതൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ എന്ന് പറയണേ. അങ്ങനെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ആരുമില്ല, അലീന ഉണ്ടെങ്കിൽ നേരാൻ വണ്ണം ഭക്ഷണമൊക്കെ കിട്ടിയേനെ. അപ്പോൾ അതൊന്നും കിട്ടാത്തത് കാരണം കഴിഞ്ഞ ദിവസം അലീന എല്ലാം കൊടുത്തിട്ടാണല്ലോ പോയത്. അപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് മുത്തശ്ശിയോട് സംസാരിക്കണം. അമ്മേ എന്തായി, അമ്മ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, എവിടെ കഴിക്കാൻ, ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് ഒരു തുള്ളി വെള്ളം പോലും തരണ്ടേ, ഒരു ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാം, ഒരു ഗ്ലാസ് ചായ കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതുപോലും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയണം മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്ത് തന്നേനെ. ഇതിപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ, ആകെ ഇന്നലെ അവൾ പോയിട്ടുള്ളൂ, ഇന്നൊരു ദിവസമായിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ എന്നെ നോക്കാൻ ഒരാൾക്കും വയ്യ, ഒരാളും ഇങ്ങോട്ടേക്കൊന്ന് കടന്ന് നോക്കിയില്ല എന്നൊക്കെ പറയാണ്. വൈജ അവിടെ കിച്ചണിൽ ഭയങ്കര യുദ്ധമാണ്, അവിടെ ഒന്നും റെഡി ആയിട്ടില്ല, എന്താക്കോ എന്ന് ദൈവത്തിനറിയാം എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, അവൾ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ഇത്രയൊക്കെ അവളെ ദ്രോഹിച്ചിട്ടും അപമാനിച്ചിട്ടും എന്തെങ്കിലും കാര്യത്തിൽ അവൾ എന്തെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടോ, അതൊക്കെ കറക്റ്റായിട്ട് അവൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ. അലീനയല്ലേ അലീന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. അവൾ ഒരു ദിവസം മാറി നിന്നപ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നത് കൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു വീടിന് എന്നൊക്കെ പറയണേ. അത് കേട്ടോണ്ടാണ് വൈജയന്തി വാതിൽ തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നതെന്ന് കേട്ടതും വൈജയന്തിക്ക് ആകെ ദേഷ്യം വരിക കേട്ടോ. അവളുണ്ടായിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്, അവളില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നോ? ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ, അത് തരുന്നില്ലേ? എവിടെ ഭക്ഷണം ഉണ്ടാക്കി? ഇന്നലെ മുഴുവൻ അവളല്ലേ ഉണ്ടാക്കി വെച്ചിട്ട് പോയത്, ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ട് ഇവിടെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ. അവളില്ലാത്തതിൻ്റെ കുറവന്നല്ലേ അത് പിന്നെ ഞാൻ ഈ ജോലിയൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ, ചെയ്യാതിരിക്കുന്ന സമയത്ത് പിന്നെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ, ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ വൈജ പറയുമ്പോൾ, ഇനി മതി അതൊക്കെ പറഞ്ഞത്, നീ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എടുത്ത് കൊടുക്ക്, അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ്. ഇന്നിപ്പോൾ അതൊക്കെ തെറ്റി, അലീല പോയതോട് കൂടിയിട്ട് എല്ലാ പതിവും തെറ്റി, അമ്മയുടെ മരുന്നൊക്കെ മര്യാദക്ക് ആ സമയത്ത് തന്നെ കഴിക്കേണ്ടതല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ, അത് പിന്നെ എനിക്ക് മാത്രമാണോ, ബാലചന്ദ്രനെ എടുത്ത് കൊടുക്കാമല്ലോ, അതിന് ഭക്ഷണം കൊടുത്തില്ലല്ലോ, നീ ഭക്ഷണം കൊടുത്തിട്ട് വേണ്ട അമ്മയ്ക്ക് മരുന്ന് കഴിക്കാൻ. മതി നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട, ഞാനൊരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മരുന്ന് കഴിച്ചില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങളൊന്ന് പോയേ. ആ അലീന ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടും അതിനോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ഇവളിവിടെ ചെയ്ത് കാണിക്കുന്നത്, എന്നിട്ടും അവൾക്ക് വല്ല പരാതിയോ പരിഭവോ ഉണ്ടോ? എല്ലാ ജോലിയും പറയുന്നത് പോലെ ഒക്കെ എല്ലാവരുടെ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വൈജയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അമ്മ ഇപ്പോഴും അവളുടെ ഇങ്ങനെ ഗുണം പറഞ്ഞുകൊണ്ടിരുന്നോ? അവൾക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അമ്മയെ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇട്ടിട്ട് പോവോ? എടി, അവൾ എന്ത് കാണിച്ചു എന്നാണ് നീ പറയുന്നത്? അവൾ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിച്ചു എന്നോ? അവളിവിടെ ആക്കിയിട്ട് പോയത് ആരുടെ അടുത്താണ്? നിൻ്റെ അടുത്തല്ലേ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയേക്കണത്. നീയല്ലേ എൻ്റെ മോള്, അല്ലാതെ അവളാണോ എൻ്റെ മോള്? അവൾ എൻ്റെ ആരുമല്ല, അവൾ എന്നെ നോക്കാൻ വന്ന ഒരു ഹോം നേഴ്സ്, അതാ ഒരു ഡ്യൂട്ടിയുള്ളൂ. ആ മാസത്തിൽ വേണ്ട ജോലിയിൽ വേണ്ട ലീവ് എടുത്തിട്ടാണ് അവൾ പോയേക്കുന്നത്, അത് അവളുടെ അവകാശമാണ്. പക്ഷേ എന്നെ നോക്കേണ്ടത് ജോലി ഉണ്ടോ ലീവ് ഉണ്ടോ എന്നൊന്നും നോക്കാതെ എന്നെ ശ്രദ്ധിക്കുകയും നോക്കാൻ വേണ്ടത് നീയല്ലേ എൻ്റെ മോള് എന്നൊക്കെ പറയുമ്പോൾ വൈജയുടെ വായ അടഞ്ഞു പോവുകയാണെ, ഒന്നും പറയാനായിട്ട് കിട്ടുന്നില്ല.
അതിനൊക്കെ ഇവൾക്ക് എവിടെ അമ്മ നേരം? അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള മനസ്സ് പോലും ഇവൾക്കില്ല. ഇവൾക്ക് ആകെ ഉണ്ടെങ്കിൽ ഇപ്പം ആകെ ഒരു ശത്രു ഉണ്ട്, അലീന. അലീനയെ എങ്ങനെ ദ്രോഹിക്കണം, എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ അലീന ചെയ്യുന്നതിൽ കണ്ടെത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഇവൾക്ക് ഇപ്പോൾ ഉള്ളൂ. അവളെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം, അവളെ വഴക്ക് പറയണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇവൾക്ക്. അവളോട് എന്തോ ഒരു ശത്രുത ഉള്ളതുപോലെയാണ് ഇവളുടെ പെരുമാറ്റം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ, ബാലേന്ദ്ര വേണ്ട, എന്നെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കേണ്ട. അവളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അവളോട് ഇതുവരെ ശത്രുത തോന്നിയിട്ടില്ല എനിക്ക്, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ് എന്നെ അവളുടെ ശത്രുവാക്കി മാറ്റണ്ട. എനിക്ക് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ ഇവിടെ വെച്ച് വാഴിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയണം. എനിക്ക് ശത്രുത തോന്നുന്ന കാര്യങ്ങൾ ഏകദേശം ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോണതെന്നൊക്കെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ മാറാനൊന്നും പോകുന്നില്ല അമ്മേ, അവളുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ മോനെ നീ ആയിട്ടാണല്ലോ ക്ഷമിക്കുന്നത്, ഇത്രയൊക്കെ സഹിക്കുന്നത്, നിൻ്റെ അത്രയും ക്ഷമയും സഹനശക്തിയൊന്നും ഇല്ലാതെ പോയല്ലോ എന്ന് പറയണേ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാണ് അമ്മേ. എന്തായിരിക്കും ഇവളുടെ സ്വഭാവത്തിന് ഇങ്ങനെ മാറ്റം? മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ല മോനെ ഇവൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് മുത്തശ്ശി പറയണം. അപ്പോൾ മുത്തശ്ശിക്കും ശരിക്കും ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള വലിയ ഐഡിയ ഇല്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത് കേട്ടോ. പക്ഷേ മുത്തശ്ശിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. മുത്തശ്ശിയോട് പറയാതിരിക്കൊന്നുമില്ലല്ലോ, മുത്തശ്ശിക്കൊക്കെ അറിയാം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും എനിക്ക് അവളോട് ദേഷ്യമോ വെറുപ്പോ അങ്ങനെയൊന്നുമില്ല, എനിക്ക് സ്നേഹം ഒക്കെ തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞിങ്ങനെ നിർത്തുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ബാലചന്ദ്രനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഒന്ന് നോക്കിയിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവതിക്കുട്ടിയും അലീനയും മാമച്ചായനും ഗ്രേസമ്മയും കൂടെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോണ പോക്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി കളിച്ചും ചിരിച്ചും വർത്താനൊക്കെ പറഞ്ഞിട്ടാട്ടോ രവതിക്കുട്ടി. ഭയങ്കര സന്തോഷമാണ്. അലീനയാണെങ്കിൽ എടി ഒന്ന് പതുക്കെ സംസാരിക്കടി എന്ന് പറയുമ്പോൾ, ഒന്ന് പോ ചേച്ചി, ഇവിടെ അപ്പോൾ ആരെ കേൾക്കാനുള്ളത്, ആൻറ്റിയും അങ്കിളും അല്ലേ, ഇവരെൻ്റെ ആൻറ്റിയും അങ്കിളാണ്, ഇവർക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എന്ത് പറഞ്ഞാലും എന്നൊക്കെ പറയട്ടോ. അയ്യോടി ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാന്ന് നീയാണോ അങ്ങ് തീരുമാനിക്കുന്നതെന്ന് ഗ്രേസമ്മ ചോദിച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് രവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് കരിക്ക് കുടിക്കണം, എനിക്ക് കരിക്ക് വേണം, ഇളനീര് വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് നമ്മുടെ ചിന്നുമോക്കുള്ള കുറച്ച് ഡ്രസ്സുകളും ഉടുപ്പും ഒക്കെ ആയിട്ടാണ് ഇവർ 4 പേരും കൂടി പോണത്. അങ്ങനെ അവിടെ ത്യാഗഭവനിൽ എത്തുക കേട്ടോ, കൊല്ലത്ത് ത്യാഗഭവനിൽ എത്തുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന രവതിക്കുട്ടിക്കും അലീനയ്ക്കും ഭയങ്കര സന്തോഷമാവാണ്. അന്ന് ചിന്നുമോൾ അവിടെ കൊണ്ടുപോയി ആക്കിയ ദിവസമൊക്കെ അവരിങ്ങനെ ഓർക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വാ ആൻറ്റി അങ്കിൾ എന്നൊക്കെ വിളിച്ച് അവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ഇവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മദറിനെ കാണുന്നുണ്ട്. അപ്പോൾ മദറിനെ ഇവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ, അലീന നിങ്ങൾ വന്നോ അങ്ങനെ രവതിക്കുട്ടിയുടെ അലീനയോടും വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ രവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലെ സാറും ആൻറ്റിയാണെന്ന് പറഞ്ഞ് അവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മദർ ചിന്നുമോൾ എങ്ങനെയുണ്ട്, ഇപ്പോൾ ഇവിടെ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട മോളെ, ചിന്നുമോൾ നിങ്ങളെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. അലീന ആൻറ്റിയും രവി ആൻറ്റിയും അന്ന് കേക്കും നക്ഷത്രം വാങ്ങിക്കാൻ പറഞ്ഞ് പോയിട്ട് വന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറയാട്ടോ സിസ്റ്റർ. അത് കേട്ടിട്ട് ലാലീനയ്ക്ക് രവതിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോയി മോളെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനാവുക കേട്ടോ. പുറത്തേക്ക് റോട്ടിലേക്ക് പോയി, ഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാണ്. സിസ്റ്റർ എന്തെങ്കിലും പറ്റിയിരുന്നു ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയാണ്. എവിടെയാണ് ചിന്നുമോളുള്ളതെന്ന് രവതിക്കുട്ടി ചോദിക്കുക കേട്ടോ. അങ്ങനെ അകത്തേക്കുണ്ട് വാന്ന് പറഞ്ഞിട്ട്, അങ്കിളെ ഞങ്ങൾ ചിന്നുമോളെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടി ചിന്നുമോളുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അങ്ങനെ ചിന്നുമോള് കൂട്ടുകാരുടെ കൂടെ ഒന്നും കളിക്കാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ രവതീനെ അലീനയും കണ്ടപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മദർ പറയുന്നുണ്ട്, ഇത് ആരാണെന്ന് നോക്കിയ ചിന്നുമോളേന്ന് വിളിക്കുക കേട്ടോ മദർ. അങ്ങനെ ചിന്നുമോള് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് രവതീനെ അലീനയും കാണുന്നത്. അലീന ആൻറ്റി രവി ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരിക കേട്ടോ അവരുടെ അടുത്തേക്ക്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. എവിടെ കേക്കും നക്ഷത്രവും വാങ്ങിച്ച് വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോഴാണ് വന്നേ, കേക്കും നക്ഷത്രമൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ എടുത്തു തരാൻ ചിന്നുമോള് വന്നേ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ചിന്നുമോള് വരികയാണ്. കൂടെ രവതിയും കൂടെ വരിക കേട്ടോ. അപ്പോൾ രവതിയുടെ അലീനയുടെ കൂടെ ചിന്നുമോള് വരുന്നത് കണ്ടപ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. ഈ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു കൊച്ച്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്.
അവരാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖം പോലെ തോന്നുക കേട്ടോ അവർക്ക്. ഭയങ്കരമായിട്ട് എന്തോ ഒരു അട്രാക്ഷൻ മാമച്ചാനും ഗ്രേസമ്മയ്ക്കും ചിന്നമോളോട് തോന്നുകയാണ്. അങ്ങനെ ചിന്നമോളൊത്തുള്ള കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെയാണ് പിന്നെ ആ എപ്പിസോഡിൽ കാണിക്കുന്നത്, നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നീട് കാണിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത്തും ഹരിയും കൂടെ അലീന തിരിച്ചു വന്നിട്ട് അവൾക്ക് പണി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ രോഹിത്ത് ഹരിയെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, എടാ അവൾ ഇന്ന് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാന് വർക്കൗട്ട് ആക്കണമെന്ന് രോഹിത്ത് പറയുമ്പോൾ രോഹിത്തിന് ചെറിയ ഉള്ളിൽ ഒരു പേടിയുണ്ട് കേട്ടോ, ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാനേ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാം, അവൾ വന്നു കഴിഞ്ഞിട്ട് അധികം വൈകാതെ തന്നെ നമുക്കൊരു ദിവസം പ്ലാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ച് അവിടെ വെച്ചേക്കണം എന്ന് പറയാണ് ഹരി. പിന്നെ മറ്റേ സ്പ്രേ ഞാൻ കൊണ്ടുവരാം, അത് എൻ്റെ കയ്യിൽ, അത് ഞാൻ വാങ്ങിച്ചോളാം, മറ്റുള്ള സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ച് വെച്ചേക്കണം എന്ന് ചട്ടം കെട്ടുകയാണ് ഹരി രോഹിത്തിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.